തമിഴ്നാട്ടിലെ കരൂർ എന്ന സ്ഥലത്ത് നടൻ വിജയുടെ പാർട്ടിയായ TVK സംഘടിപ്പിച്ച പരിപാടിക്കിടെ നടന്ന ദുരന്തം നമ്മളെയെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 40 പേര് ഇതുവരെ മരിക്കുകയും നിരവധി പേർക്ക് സാരമായ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടത്തോടൊപ്പം നമ്മൾ കേട്ട വാക്കാണ് സ്റ്റാമ്പീഡ്. ആൾക്കൂട്ട തിരക്ക് മൂലമുണ്ടാകുന്ന അപകടങ്ങളെയാണ് സ്റ്റാമ്പീഡ്സ് എന്ന് പറയുന്നത്. 1 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് 4 ആളുകളിൽ കൂടുതൽ പേര് വരുമ്പോൾ അവിടെ നോർമൽ മൂവ്മെൻറ്റ് സാധ്യമല്ലാതായി മാറുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു തള്ളുണ്ടാകുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷനായി മാറുന്നു. ഈ സാഹചര്യത്തിൽ നടുവിലുള്ള ആളുകൾ ഞെരിയുകയും ശ്വാസമെടുക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നു. ഈ കണ്ടീഷനെ കംപ്രസീവ് ആസ്ഫിക്സിയ എന്ന് പറയുന്നു. മിക്കവരും കരുതുന്നത് സ്റ്റാമ്പീഡിൽ ആളുകളുടെ ചവിട്ട് ഏറ്റാണ് അപകടം ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നത് ചെസ്റ്റ് ഞെരുങ്ങി ശ്വാസമെടുക്കാൻ പറ്റാതെ ആകുന്നതുകൊണ്ടാണ്. സ്റ്റാമ്പീഡ് കൂടുതലായും നടക്കുന്നത് മതപരിപാടികളിലും രാഷ്ട്രീയ പരിപാടികളിലും കൺസേർട്ടുകളിലും സ്പോർട്സ് ഇവൻറ്റ്സിലുമൊക്കെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ ചലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവരുടെ ഭയം ആൾക്കൂട്ടത്തിൽ പടരാൻ തുടങ്ങുന്നു. ഇത് സിറ്റുവേഷൻ കൂടുതൽ വഷളാക്കുന്നു. ഇതിനെ ക്രൗഡ് പാനിക് ബിഹേവിയർ എന്ന് പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോയാൽ ആദ്യം ചെയ്യേണ്ടത് കൈകൾ ഇത്തരത്തിൽ ഉയർത്തിവെച്ച് നെഞ്ചിന് സംരക്ഷണം നൽകുക. ഈ സാഹചര്യത്തിൽ ഒരിക്കലും കുനിയാതിരിക്കുക. ആൾക്കൂട്ടത്തിൽ നേരെ പോകുന്നതിന് പകരം സൈഡിലേക്ക് ഡയഗണലായി പോകാൻ ശ്രമിക്കുക. ലോകത്ത് ധാരാളം ഭീകരമായ സ്റ്റാമ്പീഡ് നടന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് സൗദി അറേബ്യയിൽ ഹജ്ജിൻ്റെ ഭാഗമായി നടന്ന അപകടത്തിലാണ്. അന്ന് ഏകദേശം 2400 പേർ മരിക്കുകയുണ്ടായി. ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സ്റ്റാമ്പീഡാണ് മധ്യപ്രദേശിലെ രത്തൻഗഡ് ടെമ്പിളിൽ 2008 നടന്ന അപകടം. അന്ന് 224 പേര് മരിക്കുകയുണ്ടായി. മറ്റൊന്നാണ് ശബരിമലയിൽ 2011 നടന്ന സ്റ്റാമ്പീഡ്. ഇതിൽ 106 പേർ മരണപ്പെടുകയുണ്ടായി. ഇത്തരം ആൾക്കൂട്ട സ്ഥലങ്ങളിൽ പോകാതിരിക്കുക എന്നതാണ് സുരക്ഷയ്ക്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം, പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളും.